Hi friends, I am Babu Narayana from Ari Orchids. Today, ഞങ്ങൾ സാധാരണ ഇവിടെ വീഡിയോ ഇടുന്നത് ഇവിടെ ഞങ്ങളുടെ സെയിൽ പോയിന്റ് ആണ്. ശരിക്കും വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാം ഞങ്ങൾ പറഞ്ഞല്ലോ ദൂരത്താക്കിയാണുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചെടി കൊണ്ടുവന്നാണ് ഇവിടെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വയലാറിലുള്ള ഫാമിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വയലാറിലുള്ള ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ മുട്ടുകൾ വന്നിട്ടുണ്ട്, കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്കതൊന്ന് കാണാം. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുന്ന രീതികളും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. സൗകര്യത്തിന് നമുക്ക് ഇതിൻ്റെ ഡോറെല്ലാം നന്നായിട്ടൊന്ന് തുറന്നിടാം, അല്ലെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും വയ്ക്കാൻ. ഏതായാലും ഒരു വണ്ടി ഫുള്ള് കൊണ്ടുപോകാൻ എടുക്കാം, ഒരു ട്രിപ്പിൽ എടുക്കാം. എന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെയാണ്, ഒരു വണ്ടി നിറച്ചെടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എടുത്തോണ്ട് പോകും. അങ്ങനെയുള്ള രീതിയാണ് ചെയ്യുന്നത്. വലിയ മുട്ടുകൾ, ചെറിയ മുട്ടുകൾ, ഇത് വിരിഞ്ഞിരിക്കുന്ന ചെടികൾ. അതായത് നമുക്ക് ഫാമിലേക്ക് ഇറങ്ങാം, നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നടന്നിട്ട് ഇപ്പോൾ ഏതൊക്കെ ചെടികൾ എടുക്കണം, എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം മുട്ടായിട്ടുള്ള ഏറി സൺബ്ലൈറ്റൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ തോംചായ് ഗോൾഡ് മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ലാഡ്മയോൺ മുട്ടിട്ടിട്ടുണ്ട്. ഇതപ്പെട്ട വെറൈറ്റികളെല്ലാം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വശത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. 2 ആഴ്ച മുമ്പ് നമ്മൾ കുറേ മുട്ട് കൊണ്ടുപോയതല്ലേ, അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്കായിട്ടുണ്ട്. എല്ലാ കളറും ഒരുവിധം വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഒരുവിധം ഫോം ചെയ്ത മുട്ടുകൾ മാത്രം എടുത്താൽ മതി. ബാക്കി ചെറുതൊക്കെ ഇവിടെ ഇരുന്നുണ്ട്. കാര്യം നമുക്ക് വണ്ടിയിൽ കൊള്ളാവുന്നല്ലേ കൊണ്ടുപോകാൻ ഓരോ ട്രിപ്പിലും. അപ്പോൾ നമുക്ക് ചെടികൾ എടുത്തു തുടങ്ങാം. മുട്ടുള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വെച്ചോളൂ. ശ്രദ്ധിച്ച് വെക്കണം, ഒടിഞ്ഞു പോകരുത്. തൊട്ടാൽ ഒടിഞ്ഞു പോകുന്നതാണ്. അച്ചിങ്ങ മാതിരി ഉണ്ടാകും. കണ്ടില്ലേ, നമ്മൾക്ക് തായ്ലൻഡിൽ നിന്ന് വരികയല്ല. നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ 2 സെൻറ്റിമീറ്ററുള്ള ചെടി കൊണ്ടുവന്നിട്ട് വളർത്തിയെടുക്കണം. അങ്ങനെ കുലുക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ഞാൻ എടുത്തു തരാം. സ്ലോയിൽ എടുത്ത് വെച്ചാൽ മതി. 2 കാര്യം, വേരെല്ലാം തിങ്ങിയിരിക്കുകയാണ്, മനസ്സിലായില്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേര് കടിച്ച് കിടക്കുന്നതുകൊണ്ട് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യുക. ഇപ്പോൾ നമ്മളെടുത്ത ഈ റോയിൽ കൂടുതലും തോംചായ് ഗോൾഡിൻ്റെ കളക്ഷൻ. തോംചായ് ഗോൾഡിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. റെഡ് ലിപ്പ് വരുന്നുണ്ട്, ബ്രൗൺ ലിപ്പ് വരുന്നുണ്ട്, ആൻഡ് പിങ്ക് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് തോംചായ് ഗോൾഡ്. കാര്യം നമ്മൾ ടോട്ടലി പറയുമ്പോൾ തോംചായ് ഗോൾഡ് കാരണം ഇതിൻ്റെ വേരെല്ലാം പിടിച്ചിരിക്കുന്നത് കണ്ടോ. നമുക്ക് തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾക്ക് ഇങ്ങനെ വേര് കിട്ടുമോ? ഇത് കണ്ടോ, നമ്മളെടുക്കുമ്പോൾ ഇത്രയ്ക്ക് വേര് വരുന്നുണ്ടോ. ഇത് എൻ്റെ ഈ പോട്ടിങ്ങിൻ്റെ ടെക്നിക്ക് ഞാൻ വേറെ വീഡിയോയിലിട്ട് അതിൻ്റെ വിശദമായിട്ട് പറയാം. അതിൻ്റെ ശാസ്ത്രവശം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓർക്കിഡ്സ് എന്ന് വെച്ചാൽ മറ്റേ നമ്മളുടെ ചെത്തി, ചെമ്പരത്തി എന്നുള്ള ചെടികൾക്കൊക്കെ എന്താ മണ്ണ്, ചെളി ഇതൊക്കെ വെച്ചിട്ട് വേര് അകത്തേക്കാണ് പോകുന്നത്. മറിച്ച് ഓർക്കിഡ്സിന് അങ്ങനെയല്ല. ഓർക്കിഡ്സിൻ്റെ വേരുകൾ പുറത്തേക്കാണ് വരുന്നത്. ഈ ഓർക്കിഡ്സിൻ്റെ ഈ വേരിൽ സൺലൈറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ചെടി വലുതാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോളുള്ള പോട്ടിൽ ഓർക്കിഡ്സ് വയ്ക്കണമെന്ന് പറയുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹോളില്ലാത്ത പോട്ട് വെച്ചാൽ വേര് പുറത്തേക്ക് വരുമ്പോൾ വേരിൽ സൺലൈറ്റ് അടിക്കണം. അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അധികമൊന്നും വളപ്രയം ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊരു ഫ്ലവർ കിട്ടിയാൽ മതിയില്ല. കണ്ടോ, ആദ്യത്തെ ഫ്ലവറാണല്ലോ അതിൻ്റെ. കണ്ടോ, ഇങ്ങനെ പിടിച്ചിരിക്കുക അല്ലേ. കണ്ടോ, ഇത് എത്ര 2 സെൻറ്റിമീറ്ററുള്ള ചെടി ഇങ്ങനെ വളർത്തി നമ്മളെടുക്കാൻ എന്ത് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ക്വാളിറ്റി പ്ലാനായി ഓക്കെ. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് വയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ മുട്ട തൊട്ട് കഴിഞ്ഞ് ഒടിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് കാര്യം. ഇത് പരസ്പരം നമ്മൾ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെടികൾ വയ്ക്കുന്നത്. വളരെ, അതായത് നമ്മൾ ഈ 2 സെൻറ്റിമീറ്ററിലെ ചെടി വളർത്തി
വലുതാക്കി മുട്ട് വരുന്ന ആ ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇത് തൊട്ട ഒടിഞ്ഞു പോകുന്ന പരുവത്തിൽ എല്ലാം വരിക. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അടുക്കി വയ്ക്കാനായിട്ട്. കാര്യം ഒരു മുട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരാഴ്ച കൊണ്ടൊന്നും പെട്ടെന്ന് തിരിച്ച് അടുത്ത മുട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ടോ ഇതിൻ്റെയൊക്കെ ലെങ്ത് കണ്ടോ, അതൊരു പുതിയ സീസണിൻ്റെ പുതിയ വെറൈറ്റി ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണത്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചൊരു 4-5 ട്രയലിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വണ്ടി നിറയും. ഇങ്ങനെ എടുക്കുന്ന ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. കാര്യം റേറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കും. കുറച്ച് ചെടിയൊക്കെ അടുക്കി വയ്ക്കട്ടെ. ഓ ഏറി സൺപ്ലേറ്റ് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ, വളരായിട്ട് കയറി തരണം. ബിക്കോസ് അത് തൊട്ട ഒടിഞ്ഞു പോകുന്ന സാധനം. പക്ഷേ ഇത്രയും ക്യൂട്ട് ഫ്ലവറാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹോട്ട് കേക്ക് മാതിരി പോകുന്ന ഒരു ചെടിയാണിത്. അതിനോടൊപ്പം തന്നെ അത് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതും ഫില്ല് ചെയ്ത് പോവുക. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇത് വൈറ്റാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഫ്ലവർ ആകുമ്പോഴത്തേക്ക് ഈ പൂക്കൾ കുറവായിരിക്കും. ഇങ്ങനെ പോരും, ശ്രദ്ധിച്ച് പോരും, ഇങ്ങനെ പോരും. ഇത് കണ്ടോ, ഇത് വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട പൂക്കളാണ്. കാര്യം ഇത്രയും വലിയ പൂക്കളാണ്. അതിങ്ങനെ ഇനി ഞങ്ങൾ അതിനൊക്കെ ഫാമിലി അവിടെ നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുക്കും ഇതിന് കേട്ടോ. സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രം. ഇതിപ്പോൾ ഫാമിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടൊന്നും കൊടുക്കാനൊക്കത്തില്ല. ഇത് പല രീതിയിലാണ് മുട്ടിടുന്നത് കണ്ടോ. ഇതൊക്കെ വളരെ ഹൈറ്റായിട്ടാണ് മുട്ട് വന്നിരിക്കുന്നത്. ചിലതിന് മുട്ട് ലെങ്ത് കുറവായിരിക്കും. ഇതൊക്കെ കണ്ടോ വളരെ അത് എടുക്കുമ്പോൾ വളരെ പരസ്പരം ഇങ്ങനെ കൂടിയിരിക്കുകയാണ് വേരുമൊക്കെ. തായ്ലൻഡിൽ നിന്ന് വന്നവർക്ക് ചെടി വരുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട. ഒരു ബംഗാളിയോ ആരെങ്കിലും നിർത്തുക, ഈ ഒരു മുറിയിൽ ഈ ചെടികൾ വയ്ക്കുക, എടുത്തു കൊടുക്കുക, ദാറ്റ്സ് ഓൾ. നമ്മൾ ഇങ്ങനെയൊക്കെ വളർത്തി ക്വാളിറ്റിയിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്. ചെറിയ ചെടിയാണ്, അത് കുഴപ്പമില്ല. അതായത് ഇതിനൊക്കെ 2-3 സ്പൈക്ക് വന്നു തുടങ്ങി. ശരിക്ക് ഫസ്റ്റ് ഫ്ലവറിങ്ങിൽ ഒരു സ്പൈക്ക് വരാൻ സാധ്യത ഉള്ളൂ. വേര് പിടിച്ചിരിക്കുന്നുണ്ട്. 2-3 കൂടി വെച്ച് തരാം. എല്ലാം മുട്ടാണ്, പല പല കളറാണ് വിരിഞ്ഞത്. ചിലത് വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് വിരിഞ്ഞിട്ടുണ്ട്. അനി ബ്ലാക്ക് സോറി ബ്ലാക്ക് പേൾ അത് വിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കൊണ്ടുപോയി ബാബു സാറേ, നിങ്ങളുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോയിൽ പോലും ഈ ഓഫറുകളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അതെന്താ അത്? അതെന്താണെന്ന് വെച്ചാൽ ഓഫറുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഗ്രോയേഴ്സാണ്, ഓർക്കിഡ് കൃഷിക്കാരാണ് ഞങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കിഡ് കൃഷി ചെയ്യുന്നത് മറ്റേ തെങ്ങ് കൃഷി, വാഴ കൃഷി, അല്ലെങ്കിൽ നെല്ല് കൃഷി, ഇതൊക്കെ ചെയ്യുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അവർ നെല്ലിന് ആരെങ്കിലും ഓഫർ കൊടുക്കാറുണ്ടോ? തേങ്ങയ്ക്ക് ആരെങ്കിലും ഓഫർ കൊടുക്കാറുണ്ടോ? ഇല്ല. ഇത് ഓർക്കിഡ്സ് എന്ന് വന്ന ചെടി വന്നപ്പോഴത്തേക്കാണ് ഈ ഓഫറുകളുടെ പെരുമഴ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിൽ നിന്ന് ക്വാളിറ്റി ഇല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് വരുന്നത്. അതൊരു 15 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലവർ പോകും. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം അയാൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്ത് ഭംഗിയാണ് ഇത്, ഇയാളെ വീട്ടിൽ ഇങ്ങനെ തന്നെ വരുമെന്നുള്ളത് തെറ്റിദ്ധാരണയിലാണ് പുള്ളി പറയണ പൈസയ്ക്ക് ചെടി എടുക്കുകയാണ്. അപ്പോൾ ഈ വന്ന ചെടി 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫ്ലവറെല്ലാം പോയിരിക്കുമ്പോൾ പിന്നെ ഓഫറാണ്, മനസ്സിലായി? അതിനകത്ത് ബ്ലോസം മെഡിജസും കാണും. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അവർക്ക് ചെടി വിറ്റ് തീർക്കണം. ഇവരെല്ലാം ഒരു മുറി ഇരുന്നിട്ട് ഒരു ബംഗാളിയെ വെച്ചിട്ട് ചെടി എടുത്ത് കൊടുക്കുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും ഓർക്കിഡ്സ് വയ്ക്കുന്നത്. നമ്മളങ്ങനെയല്ലേ, വാസ്റ്റായിട്ടുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ കൃഷിയാണ്. എന്നിരുന്നാലും ഇത് ഞങ്ങളുടെ ഓഫറിൽ നിന്ന് കൊടുക്കുന്നില്ല. എങ്കിൽ ഇതുപോലത്തെ ഒരു ചെടി 250 രൂപയ്ക്ക് കേരളത്തിൽ ആർക്കും കൊടുക്കാൻ സാധിക്കും. അത് വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ വിത്ത് ബഡായിട്ടുള്ള ഒരു ചെടി 250 ഞങ്ങൾ ചോദിക്കുന്നത് ഈ ചെടി. ഇത്ര ക്വാളിറ്റിയുള്ള പ്ലാന്റ് കൊടുക്കാൻ ഇതിന് എത്ര ഓഫർ കേരളത്തിൽ ഒരാൾക്കും കൊടുക്കാൻ സാധിക്കുക. ബിക്കോസ് ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ചെടിയാണ്. അതാണ് ക്വാളിറ്റി. ഇതുപോലെ ഹാബിറ്റായിട്ട് ചെടി തായ്ലൻഡിൽ നിന്ന് വരുന്ന ഉണങ്ങിയ ചെടി വാങ്ങിച്ച് വെച്ചിട്ട് അത് പോയി പൂ കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓഫർ കൊടുത്താൽ പറ്റുള്ളൂ. കാര്യം ബിക്കോസ് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലത്. അത് വളർത്തണം, അതിന് സ്ഥലം വേണം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ബ്ലോസം മെഡിജസ് നിന്ന് ക്വാറന്റൈൻ ചെയ്യാത്ത തന്നെ ബ്ലോസം മെഡിജസ് ഉണ്ടാകും. അത് വരുന്ന മുട്ടിനെ കടിച്ചു തിന്നുകയും ചെയ്യും. അതോട് പിന്നെ അവർക്ക് ആരുടെയെങ്കിലും കൊടുത്ത് തീർക്ക് എന്നുള്ളതാണ്. അതാണ് ഓഫറിൻ്റെ. അപ്പോൾ ആര്യ ഓർക്കിഡ്സിൻ്റെ ഓഫറിൻ്റെ പ്രത്യേകം മനസ്സിലായി. ഞങ്ങൾ കൊടുക്കുന്നത് ഈ കേരളത്തിൽ ആരും കൊടുക്കാത്ത ഓഫറാണ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ചെടികൾ നല്ല ഹെൽത്തി, അത് മാത്രമല്ല 5 ഇഞ്ചിൻ്റെ പോട്ടിൽ പിടിപ്പിച്ച ചെടികളാണ്. കണ്ടോ, 1 വർഷത്തേക്ക് 1.5 വർഷത്തേക്ക് പോട്ട് ചേഞ്ച് ചെയ്യേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ക്വാളിറ്റി ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്ന ചെടികൾ കേരളത്തിൽ ആർക്കും ഇല്ല. അപ്പം നമ്മൾ ഓഫർ കൊടുക്കണ്ടല്ലോ. അല്ലാതെ തന്നെ എടുക്കുന്നവർക്കറിയാം ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഓഫർ വേറെ സ്ഥലത്ത് നിന്ന് നമ്മൾ സാധ്യതയില്ല. പിന്നെ ഇതുപോലെയുള്ള വലിയ പോട്ടിൽ ഇത് സീസറിൻ്റെ ഒരു നമ്മൾ കാണാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സീസറിൻ്റെ വെറൈറ്റി പൂത്ത് കിടക്കുന്ന കാണാം. പക്ഷേ ഇതൊരു വേറെ വെറൈറ്റിയാണ്. ഇതുപോലുള്ള ചെടികൾ നമുക്ക് 250 കൊടുക്കാൻ സാധിക്കും? ഇല്ല. അതെല്ലാവർക്കും സാധാരണ
ചെടി വളർത്തുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു മുഖവില അല്ലെങ്കിൽ നമ്മളൊരു റേറ്റ് ഇട്ടാൽ കൊടുക്കത്തുള്ളൂ. ഒരിക്കലും 250 ഇങ്ങനെയുള്ള ചെടികളൊന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെ കുറച്ച് വലിയ പോട്ടിനാണ് വർഷങ്ങളായിട്ട് വളർത്തിയ ചെടികൾ കളിക്കും. ഇതിൻ്റെ ഒരു ഓഫർ എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ 100 പ്ലാന്റ് എടുക്കുന്നവർക്ക്, അതായത് വീട്ടിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് ചെറിയ ചെടികളൊന്നും ചില ആൾക്കാർക്ക് താല്പര്യമില്ല, അവർക്ക് ഇങ്ങനെ വലിയ പ്ലാന്റ് മുറ്റത്ത് കിട്ടണം, റെഡിമെയ്ഡായിട്ട് കിട്ടണം, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വലിയ പോട്ടിനകത്ത് ഞങ്ങൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. 100 ചെടി എടുക്കുന്നവർക്ക് കേരളത്തിൽ എവിടെയും അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ഫ്രീ ആയിരിക്കും. പ്ലസ് നമ്മൾ ചെടിയുടെ പൈസ എടുക്കും, അത് പ്ലസ് കൊറിയർ ചാർജ് നമ്മളവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് 100 പ്ലാന്റ് എത്തിക്കുന്നതിനുള്ള കൊറിയർ ചാർജ് ട്രാൻസ്പോർട്ടിങ് ചാർജ് കേരളത്തിൽ എവിടെയും 100 പ്ലാന്റ് എടുക്കും. ഇതുപോലെ വലിയ പ്ലാന്റ് എടുക്കുന്നത് അവർക്കൊരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിരിക്കും. പല കളറിലുള്ള ചെടികളും മുറ്റത്തിരിക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്, എന്തെങ്കിലും ഫംഗ്ഷനാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ വലിയ പോട്ടിനകത്ത് വലിയ ചെടികൾ, അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഓഫർ എന്ന് വെച്ചാൽ 100 ചെടികൾ എടുക്കുന്നവർക്ക് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിറച്ച് മുട്ടാണല്ലോ ഈ സ്ഥലത്ത്. യെല്ലോടെ ഉണ്ട്, യെല്ലോ തന്നെ തോഞ്ചൈക്കോളിൻ്റെ പല ഇതുണ്ട്. ഈ ലിപ്പ് മാറി തന്നെ ഒത്തിരി ഉണ്ട്. ഇവിടെ ബ്ലാക്ക് പോലെയൊക്കെ വരുന്നതൊക്കെ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ സമയത്തെടുത്ത് നമുക്ക് വീഡിയോയ്ക്ക് ലിമിറ്റുണ്ട്, അതിന് കാണിക്കാൻ പറ്റില്ല, എങ്കിലും കാണുക. ഇതെല്ലാം പല വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വേറൊരു ഗ്യാപ്പ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 10 ചെടി എടുത്ത് കഴിഞ്ഞപ്പോൾ 100 ചെടി ഇരിക്കണം, 10 ചെടി എടുത്തിട്ട് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് വയ്ക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഒരു വെറൈറ്റി നമ്മൾ 100 ഇവിടെ വയ്ക്കണമെന്ന് വയ്ക്കുക. 100 വെച്ച് കഴിയുമ്പോൾ 10 പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 10 എടുക്കണ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് അത് 10 ഗ്യാപ്പ് നികത്താൻ വേണ്ടി അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് സ്റ്റാർട്ടാകും. ബിക്കോസ് ആ വേര് പൊട്ടിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞങ്ങളിപ്പോൾ പൂത്ത ചെടികൾ മാത്രമായിട്ടാണ് കൊടുക്കുന്നതുകൊണ്ട് വെറൈറ്റി ഇപ്പോൾ പേരും നാളൊന്നും വേണമെന്നില്ല, ആൾക്കാർക്ക് കണ്ടെടുക്കാൻ സാധിക്കും. പിന്നെ അതല്ല, ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് വെറൈറ്റി വേണമെന്നില്ല, നല്ല ഹെൽത്തി പ്ലാന്റ്സ് നോക്കി വേണമെന്നും പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എനിക്ക് പിന്നെ കണ്ടാൽ മനസ്സിലാവും ഓരോ ചെടിയുടെ പിന്നെ നേച്ചർ കാണുമ്പോഴത്തേക്ക് അറിയാം. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു വണ്ടി നിറച്ചെടുത്ത് ഇനി ഒരു 5-6 വണ്ടി എടുക്കാനുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നാളെ കണ്ട സൺഡേയിലൊക്കെ നമ്മൾ കുണ്ടന്നൂരാണ് സെയിൽ പോകുന്നത്. അപ്പോൾ നാളെ സെയിലിന് പോകേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ സമയം കൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഫാമിലിക്ക് കൊണ്ടുപോകണം. അത് അടച്ചിട്ടോളൂ. ഇത് 4-5 വണ്ടി കൂടി എടുക്കാനുണ്ട്. ഇന്ന് തന്നെ എടുക്കും, ഇന്ന് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ എഫർട്ട് എന്തൊക്കെയാണെന്നുള്ളത്. ആര്യ ഓർക്കിഡ്സ് എങ്ങനെയാണ്, ശരിക്കും ഞങ്ങളുടെ വർക്ക്ഷോപ്പാണ്. ഇവിടെ ചെറിയ തൈകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വലുതായിട്ട് പൂത്തിട്ട് ഒരു ഫസ്റ്റ് ഫ്ലവർ വരുമ്പോൾ തന്നെ കൊടുക്കുകയാണ്. പിന്നെ വലിയ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഈ കൃഷിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവന് കഷ്ടപ്പാടാണ് എപ്പോഴും. അല്ലാണ്ട് നമ്മൾ പിന്നെ പുതിയ രീതിയിൽ ഇപ്പോൾ അവിടുന്ന് വരുന്ന ചെടിയെടുത്ത് മറച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വിയർപ്പുണ്ടാകത്തില്ല. ഇത് വിയർത്തൊഴിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെടികൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ ഐഡിയാസും അത് പിടിപ്പിക്കേണ്ട രീതികളും എങ്ങനെയാണ്, ഇതിൻ്റെ സൺലൈറ്റ്, അതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ചെടികൾ നല്ലപോലെ നമ്മൾക്ക് വളർത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവരും ഇഷ്ടംപോലെ ഉണ്ടാകും. കാര്യം പലരും പല രീതിയിലാണ് നമ്മൾക്കിട്ട് സംസാരിക്കുന്നത്. വെയിൽ വേണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിക്കുന്ന ചെടി എടുക്കുന്നവർക്ക് അതിൻ്റെ ടിപ്സ് നമ്മൾ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.